കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെങ്കിലും കേരളത്തിൻ്റെ പോളിംഗ് ട്രെൻഡുകൾക്കനുസരിച്ച് എന്താണ് ജനവിധിയുടെ സ്വഭാവം എന്ന ഞങ്ങളുടെ പോസ്റ്റ് പോൾ അനാലിസിസ് ഇപ്പോൾ പുറത്തുവിടുകയാണ്. പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും മാധ്യമപ്രവർത്തകരെയും നമുക്ക് നേരത്തെയൊക്കെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ഇൻപുട്ടുകൾ തന്നുകൊണ്ടിരുന്ന നിഷ്പക്ഷരായ കുറേ ആളുകളുടെയും ഒക്കെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് പോളിംഗ് ഡാറ്റയുടെ സമഗ്രമായ വിശകലനത്തിലൂടെ ദ ജേണോ എത്തിച്ചേർന്ന നിഗമനമാണ് അവതരിപ്പിക്കുന്നത്. ആ നിഗമനത്തിൽ കേരളത്തിലൊരു വലിയ തരംഗം ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി ഉണ്ട് എന്നത് വ്യക്തമല്ല. പക്ഷേ UDF അനുകൂലമായ ഒരു ചെറിയ ട്രെൻഡ് കേരളത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പോളിംഗ് ഡാറ്റകളിൽ നിന്ന് വ്യക്തമാണ്. ചില മണ്ഡലങ്ങളിലെങ്കിലും, അതായത് LDF അവരുടെ സിറ്റിംഗ് MLA-മാരെ കൊണ്ട് സുരക്ഷിതമാക്കാമെന്ന് കരുതിയിരുന്ന ചില മണ്ഡലങ്ങളിലെങ്കിലും അട്ടിമറിക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് നമ്മുടെ പഠനത്തിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം. തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും തെക്കൻ ജില്ലകൾ LDF സുരക്ഷിതമാണ് എന്ന തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വിലയിരുത്തലിനെ മാറ്റിവെക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നർത്ഥം. പല സാമുദായിക ഘടകങ്ങളും സർക്കാരിനെതിരായിട്ടുള്ള ചെറിയ വികാരവുമൊക്കെ പല മേഖലകളിലും LDF പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നു തന്നെയാണ് നമ്മുടെ വിലയിരുത്തലിൽ വ്യക്തമാകുന്നത്. ആ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ UDF കേവല ഭൂരിപക്ഷം മറികടക്കുന്ന പ്രകടനം കാഴ്ചവയ്ക്കും എന്നു തന്നെയാണ് ദ ജേണോയുടെ കണ്ടെത്തൽ. നമ്മുടെ കണക്ക് പ്രകാരം 79 എന്ന ശരാശരി UDF ഉണ്ടാകുമ്പോൾ 60 എന്ന ശരാശരിയിലായിരിക്കും LDF സീറ്റുകൾ വന്നു നിൽക്കുക. ഒരു സീറ്റ് BJPക്ക്, അവിടെയും ഒരു ശരാശരി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ UDF ഈ 79 എന്ന ശരാശരി നിലനിർത്തുന്നതിനായി 75 മുതൽ 83 വരെ സീറ്റുകളാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ചുരുങ്ങിയത് 75 സീറ്റ് കിട്ടാനുള്ള സാഹചര്യം, അത് കൂടുതലായി വന്നാൽ 83 വരെ എത്താം. അതിൻ്റെ മിഡിൽ എന്ന് പറയുന്നത് 79. ആ 79 സീറ്റുകളിലാണ് UDF ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയിക്കാൻ സാധിക്കുക എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. LDF അത് 60ആണ്. ആ 60 എന്ന് പറയുന്നത് 56 മുതൽ 64 വരെ, അതായത് 64 എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷത്തോട് അടുത്തെത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് LDF എത്താനാകും. അത്തരം ഒരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായി UDF ഈ കേവല ഭൂരിപക്ഷം മറികടന്നുള്ള തൊട്ടടുത്ത ഒരു നമ്പറിലേക്ക് മാത്രമേ എത്താൻ കഴിയുകയുള്ളൂ എന്നതാണ്. BJPക്ക് ഏതു സാഹചര്യത്തിലും 1 മുതൽ 2 വരെ, ആ 2 സീറ്റും തിരുവനന്തപുരം ജില്ലയിലാണ് BJPക്ക് പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്നത് എന്നതാണ് നമ്മുടെ ഒരു കണ്ടെത്തൽ. ഇപ്പോൾ പാലക്കാടും കൊല്ലത്തും തൃശ്ശൂരും കാസർഗോഡും ഒക്കെ BJP സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ 2 സീറ്റുകളാണ്. അത് നേമവും കഴക്കൂട്ടവുമാണ്. അതിൽ നേമം ഏതാണ്ട് സുരക്ഷിതം എന്ന് പറയാവുന്ന നിലയിൽ അവർക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു സീറ്റ്. പക്ഷേ കഴക്കൂട്ടം ഒരു കടുത്ത ഫൈറ്റിലേക്ക് പോയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഈ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ അത് നമ്മൾ നേരത്തെ തന്നെ വളരെ വിശദമായി പറഞ്ഞതാണ്. വടക്കൻ മേഖലകളിൽ, പ്രത്യേകിച്ച് ലീഗിന് സ്വാധീനമുള്ള പല മേഖലകളിലും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ വർധനയുണ്ടായപ്പോൾ, പോളിംഗ് ശതമാനത്തിൽ വർധനയുണ്ടായെങ്കിലും തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ, ഈ എറണാകുളത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പല ഉദാഹരണങ്ങളും പറഞ്ഞു. മഞ്ചേശ്വരത്തിൻ്റെ കാര്യം പറഞ്ഞു, ബേപ്പൂരിൻ്റെ കാര്യം പറഞ്ഞു, കുന്നമംഗലത്തിൻ്റെ കാര്യം പറഞ്ഞു, കൊടുവള്ളിയുടെ കാര്യം പറഞ്ഞു, മലപ്പുറം ജില്ലയിലെ പല മണ്ഡലങ്ങളുടെയും കാര്യം പറഞ്ഞു. അവിടെയൊക്കെ 15,000 16,000 വോട്ടൊക്കെ അധികമായി പോൾ ചെയ്തിട്ടുണ്ട്. CPM കടുത്ത സ്വാധീന മേഖലകൾ കണ്ണൂർ ജില്ലയിലെ ഇടങ്ങളിലും അത്തരത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ പലയിടത്തും ഗണ്യമായ വർധനയുണ്ടായിട്ടുണ്ട്. പക്ഷേ തെക്കോട്ട് വരുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ വട്ടിയൂർക്കാവ് ഉദാഹരണമായി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അവിടെ 10,000-ഓളം വോട്ട് കുറവാണ്. തിരുവനന്തപുരത്ത് കുറവാണ്. നേമത്ത് പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ SIR ശേഷമുള്ള കുറഞ്ഞ വോട്ടുകൾ, പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ടുകൾ, ഇതൊക്കെ എടുക്കുമ്പോഴും കേരളത്തിൽ ഒട്ടാകെ വോട്ട് കൂടുന്ന, അതായത് ഓരോ മണ്ഡലങ്ങളിലും ഇങ്ങനെ ഗണ്യമായി ഒരു തരംഗത്തിൻ്റെ സ്വഭാവത്തിൽ വോട്ട് കൂടുന്ന ഒരു രീതി ഉണ്ടായിട്ടില്ല. ലീഗ് നന്നായി പണിയെടുത്തതുകൊണ്ട് ലീഗിന് സ്വാധീനമുള്ള മേഖലകളിൽ അവർ SIR ഭീതിയെ വളരെ കൃത്യമായി തന്നെ ആളുകളിലേക്ക് എത്തിക്കാനും
വോട്ടുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും വോട്ടുകൾ കൂട്ടിച്ചേർക്കാനും ഒക്കെയുള്ള ജാഗ്രതയുണ്ടായി. അതിൻ്റെ പ്രതിഫലനം പോളിംഗിൽ കാണാനുമുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ അതില്ല. അവിടെയാണ് ഒരു തരംഗത്തിൻ്റെ സ്വഭാവമില്ല എന്നുള്ള നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ തരംഗം ഒരു ചെറുതായെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാരം അതിനകത്ത് ഒരു തരംഗത്തിൻ്റെ രൂപത്തിൽ ഉണ്ടായാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 83 എന്ന നിലയിലേക്ക് എത്താൻ സാധിക്കുക. അപ്പോൾ 75 മുതൽ 83 വരെ സീറ്റുകൾ UDF നേടുമ്പോൾ LDFന് അത് 56 മുതൽ 64 വരെയാണ്. ഇനി നമ്മൾ ജില്ല തിരിച്ചുകൂടി ഒന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ കാസർഗോട്ട് 2 മുതൽ 3 വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യത രണ്ട് മുന്നണികൾക്കുമുണ്ട്. തൃക്കരിപ്പൂർ പോലെയുള്ള മണ്ഡലം, ഉദുമ പോലെയുള്ള മണ്ഡലമൊക്കെ കടുത്ത ഫൈറ്റിൻ്റെ സ്വഭാവത്തിൽ വരുന്നു. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സാമുദായിക സമവാക്യങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താനായാൽ UDFന് ഒരു ചെറിയ സാധ്യത നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ആ 5 സീറ്റുകളിൽ 2 മുതൽ 3 വരെ എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. കണ്ണൂരിൽ 6 മുതൽ 7 വരെ LDF നേടുമ്പോൾ 4 മുതൽ 5 വരെ സീറ്റ് കഴിഞ്ഞ തവണ 2 ഉണ്ടായിരുന്നുള്ളൂ, അത് 5 വരെയായി ഉയർത്താനുള്ള സാധ്യത അവിടെ UDFനുണ്ട്. ചുരുങ്ങിയത് 4 സീറ്റ് അവർക്ക് അവിടെ ലഭിക്കും എന്നതാണ്. വയനാട്ടിലേക്ക് വരുമ്പോൾ ഒരു ഏകപക്ഷീയ വിജയത്തിനുള്ള സാധ്യത UDFന് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ ഒരുപക്ഷെ LDFന് സാധിച്ചേക്കും എന്നതും. കോഴിക്കോട് 7 മുതൽ 8 വരെ സീറ്റുകൾ LDF നേടുമ്പോൾ 5 മുതൽ 6 വരെ സീറ്റ് UDF നേടാനുള്ള സാധ്യതയുണ്ട്. 2 നിന്ന് 6 വരെയുള്ള വർധനയ്ക്ക് സാധ്യതയുണ്ട്. മലപ്പുറത്ത് ഒരു ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും 2 സീറ്റുകൾ വരെ LDF നേടാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് നമ്മുടെ പഠനത്തിൽ നിന്ന് മനസ്സിലായത്. പാലക്കാട് 8 മുതൽ 9 വരെ സീറ്റുകൾ LDF നേടുമ്പോൾ 3 മുതൽ 4 വരെ സീറ്റുകളാണ് പരമാവധി അവിടെ UDFന് നേടാനാവുക. അവിടെ ഒരു LDF ആധിപത്യം തുടരുമെന്ന് തന്നെയാണ്. തൃശ്ശൂരിലും 7 മുതൽ 9 വരെ, കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് UDFന് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ 4 മുതൽ 6 വരെ സീറ്റുകൾ UDFന് നേടാനുള്ള സാധ്യതയുണ്ട്. 7 മുതൽ 9 വരെ സീറ്റുകളാണ് അവിടെ LDFന് നേടാൻ സാധ്യതയുള്ളതായി നമുക്ക് ബോധ്യപ്പെട്ടത്. എറണാകുളത്തേക്ക് വരുമ്പോൾ അവിടെ 11 മുതൽ 13 വരെ സീറ്റ് UDF നേടും. കഴിഞ്ഞ തവണ 9 ഉണ്ടായിരുന്നുള്ളൂ. LDFിലേക്ക് വരുമ്പോൾ അവർക്ക് കഴിഞ്ഞ തവണത്തെ 5 എന്തായാലും എത്താൻ സാധിക്കില്ല. 1 മുതൽ 3 വരെ സീറ്റുകളാണ് പരമാവധി അവിടെ നേടാനാവുക എന്നത്. ഇടുക്കിയിൽ 1 മുതൽ 2 വരെ സീറ്റ്, കഴിഞ്ഞ തവണ 5 സീറ്റ് നേടിയതാണ്. പക്ഷേ ഇത്തവണ 1 മുതൽ 2 വരെ സീറ്റ് മാത്രമേ LDFന് നേടാനാകൂ. 3 മുതൽ 4 സീറ്റുകൾ വരെ UDFന് അവിടെ സ്വന്തമാക്കാനാകും എന്നത്. കോട്ടയത്തേക്ക് വരുമ്പോൾ 2 മുതൽ 4 വരെ സീറ്റുകളാണ് LDFന് പ്രവചിക്കപ്പെടുന്നത്. 5 മുതൽ 7 വരെ സീറ്റ് അവിടെ UDF നേടാനുള്ള സാധ്യതയിലേക്കാണ് പോളിംഗ് ഡാറ്റകൾ വിരൽ ചൂണ്ടുന്നത്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ 4 മുതൽ 6 വരെ സീറ്റുകൾ LDFും 3 മുതൽ 5 വരെ സീറ്റുകൾ, പരമാവധി 5 സീറ്റുകൾ വരെ UDFനും നേടാം. അങ്ങനെ UDF 5 സീറ്റ് നേടിയാൽ LDFന് 4 സീറ്റായി കുറയും, 5-4 എന്ന നിലയിലേക്ക് വരും. അവിടുത്തെ ഒരു മേധാവിത്വം UDFിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവും. പരമാവധി 5 എന്നതാണ്. പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ 1 മുതൽ 3 വരെ സീറ്റ് LDF നേടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ ക്ലീൻ സ്വീപ്പായിരുന്നു. 5-0 എന്ന നിലയിൽ LDF മുന്നിലെത്തിയ ഇടമാണ്. പക്ഷേ അവിടെ ഇപ്പോൾ 2 മുതൽ 4 വരെ സീറ്റ് UDF നേടാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു. കൊല്ലത്തേക്ക് വന്നാൽ 4 മുതൽ 6 വരെ സീറ്റ്, 11 സീറ്റുള്ളതിൽ കഴിഞ്ഞ തവണ 2 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. 9 എണ്ണം LDFനായിരുന്നു. അതിൽ 4 മുതൽ 6 വരെ സീറ്റ് LDFന് നേടാനുള്ള സാധ്യതയും 5 മുതൽ 7 വരെ സീറ്റ് UDF നേടാനുള്ള സാധ്യതയും. 7 സീറ്റുകൾ വരെ നമ്മൾ നേരത്തെ പറഞ്ഞ ഘടകങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തെക്കൻ ജില്ലയിലും ഒരു UDF എഡ്ജിൻ്റെ സാധ്യതകൾ നിലനിൽക്കുന്നു എന്നതാണ്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് 13-1 എന്നതായിരുന്നു കഴിഞ്ഞ തവണത്തെ LDFിൻ്റെ ലീഡ് നില. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. LDFന് 9 സീറ്റുകൾ വരെ പരമാവധി നേടാനാകും എന്നാണ്. 7 മുതൽ 9 വരെ. 4 മുതൽ 6 വരെ സീറ്റാണ് UDFന് ഇവിടെ പ്രവചിക്കപ്പെടുന്നത്. കഴിഞ്ഞ തവണ ഒറ്റ സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. BJP 2 സീറ്റുകളിൽ ഇവിടെ വിജയസാധ്യതയോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ നമ്മുടെ ഈ പഠനത്തിൽ കാണുകയാണ്. ശരിക്കും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചില സാമുദായിക സമവാക്യങ്ങൾ, ഇപ്പോൾ നാടാർ സമുദായത്തിൻ്റെ വലിയ പിന്തുണ UDFന് അനുകൂലമായി വരികയാണെങ്കിൽ അത് 4 മണ്ഡലത്തിലെ ഫലത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചേക്കാം. ഇപ്പോൾ കാട്ടാക്കട, അരുവിക്കര, നെയ്യാറ്റിൻകര, പാറശാല തുടങ്ങിയ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അത് വല്ലാതെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. LDFിൻ്റെ നെടും കോട്ടകൾ എന്ന് പറയപ്പെടുന്ന പല മേഖലകളിലും കടുത്ത മത്സരം നടന്നിട്ടുണ്ട്. വാമനപുരമൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ചിറയൻകീഴ് കടുത്ത മത്സരം നടന്നിട്ടുണ്ട്. അപ്പോൾ വാമനപുരവും ചിറയൻകീഴുമൊക്കെ ഒരു കടുത്ത മത്സരത്തിൻ്റെ പ്രതീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് തന്നെ UDFിൻ്റെ വലിയ നേട്ടമാണ്. അപ്പോൾ ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു തരംഗത്തിൻ്റെ സ്വഭാവമൊന്നും ഇല്ല എങ്കിൽ പോലും UDFിന് അനുകൂലമായ ഒരു ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്.
അത് പല സാമുദായിക ഘടകങ്ങളും UDF അനുകൂലമായി മാറുന്ന കാഴ്ച വടക്കൻ കേരളത്തിൽ അത് ദൃശ്യമാണ്. അവിടെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുന്നു. കടലോര മേഖലയിൽ എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം എന്നുള്ളതാണ് ഏറ്റവും ക്രൂഷ്യലായി മാറുന്നത്. അവരുടെ മനസ്സ് എന്താണ് എന്ന് ഇപ്പോഴും അങ്ങനെ വ്യക്തമാകുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു തരംഗത്തിൻ്റെ സ്വഭാവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. കാരണം 40ഓളം മണ്ഡലങ്ങൾ കേരളത്തിൻ്റെ തീരദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അവിടെയുള്ള വോട്ടുകൾ നിർണായകമാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും മറ്റ് സമുദായങ്ങൾ, ഇപ്പോൾ നാടാർ സമുദായത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, അവരുടെ ഒരു ഏകപക്ഷീയമായ പിന്തുണ, ഇപ്പോൾ പ്രവീണിന് വിളവങ്കോട് സീറ്റ് നൽകിയതൊക്കെ കോൺഗ്രസിൻ്റെ ഒരു മാസ്റ്റർ സ്ട്രോക്കായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ആ നിലയ്ക്ക് നാടാർ സമുദായത്തിൻ്റെ പിന്തുണ ലഭിച്ചാൽ തിരുവനന്തപുരത്ത് UDFൻ്റെ ടാലി ഉയരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെയൊക്കെ അത് സംഭവിച്ചിട്ടുള്ളതാണ്. ആ നിലയിൽ കൂടി പരിശോധിച്ച് തന്നെയാണ് നമ്മൾ ഈ പ്രാദേശികമായ ഡാറ്റകളുടെ ശേഖരണവും കൂടി കണക്കിലെടുത്ത് പോളിംഗ് ഡാറ്റകളെയും അപഗ്രഥനം ചെയ്ത് ഈ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. 79, അത് 74 മുതൽ 83 വരെ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. LDFന് 56 മുതൽ 64 വരെ സീറ്റുകൾ എന്ന റേഞ്ചിൽ 60 എന്ന ശരാശരിയിൽ എത്തി നിൽക്കുന്ന പ്രകടനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്.